കാട്ടൂർ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്നതായി പരാതി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശരിയായി സംഭരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം. കാട്ടൂർ പഞ്ചായത്തിലെ മാവുംവളവിന് സമീപമാണ് അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കനത്ത മഴയിൽ ഈ പ്രദേശത്ത് വെള്ളം കയറുകയും സംഭരണശാലയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. പുറത്തു സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജലത്തിൽ ഒഴുകി നടക്കുകയാണ്. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംഭരിക്കാത്തതും ഇവിടെ നിന്ന് യഥാസമയം കൊണ്ടുപോകാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമടം പറഞ്ഞു. അജൈവ മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലേക്കും പാടശേഖരത്തിലേക്കും ഒഴുകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും ഇവിടെ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കാതെ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാതെ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത സ്ഥിരമായി നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ കാണുന്നുണ്ട്. കുളങ്ങളിൽ കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ഈ മാലിന്യങ്ങൾ ഒഴുകിക്കൊണ്ട് ഈ മാലിന്യങ്ങളൊപ്പം തന്നെ ഇത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ട് നമുക്കറിയാം ഈ സൈഡിലുള്ള ആനകളിലും ഈ സൈഡ് പ്രദേശങ്ങളിലും വീടുകളുടെ മുറ്റത്തൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തിച്ചേരുന്നൊരു കാഴ്ച. സമീപ പ്രദേശങ്ങളിലെ കൃഷിഭൂമികളിലേക്കൊക്കെ വെള്ളം ഉപയോഗയോഗ്യമാക്കുന്ന വെള്ളത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ കാട്ടൂർ പഞ്ചായത്തിൻ്റെ മധുരംപള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംസ്കരണ യൂണിറ്റ് നിലകൊള്ളുന്നത്. സംഭവത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. മാലിന്യം നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും രംഗത്ത് വന്നിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.